ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് രയന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെയർ കട്ടിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹെയർ കട്ടിങ്ങും ഹെയർ കളറിങ്ങും ഒക്കെ ആയിട്ട് ആണ് വീഡിയോസ് ചെയ്യണേ. അല്ല, കഴിഞ്ഞ വട്ടം നമ്മൾ തക്കുടുവിൻ്റെ ഹെയർ കളർ ചെയ്യണതും കട്ട് ചെയ്യണതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഹെയർ കളറിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. വെറും 30 രൂപയ്ക്ക് നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കാം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെയർ കളറിങ് വീഡിയോ കണ്ടു നോക്കാം. ഹെയർ കട്ടിങ് ഞാനിന്ന് ചെയ്യാൻ പോണത്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഹെയർ ലെയർ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ ഇടയ്ക്ക് എൻ്റെ ഹെയർ ട്രിം ചെയ്യാറുണ്ട്. ഓരോ മാസത്തിലും ട്രിം ചെയ്യും. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് കാറ്റ് കാരണമൊക്കെ നല്ലോണം സ്പ്ലിറ്റൻസ് വരും നമ്മുടെ ഹെയറിൽ. നോക്കുമ്പോൾ കുറേ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ ട്രിം ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹെയർ ട്രിം ചെയ്യുന്നത് വളരെ നല്ലതാണ്, സ്പ്ലിറ്റൻസ് പോകാനും. പിന്നെ മുടിയുടെ വളർച്ച മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വളർന്നു പോകാനും ആ ഒരു തടസ്സം ഉണ്ടെങ്കിൽ നമുക്കത് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളർച്ച പെട്ടെന്ന് ഉണ്ടാകും കേട്ടോ. അങ്ങനെ വളരാൻ ബുദ്ധിമുട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ. അപ്പോൾ ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് നമ്മൾ തുമ്പരിയാണ് ചെയ്യണേ ട്രിം ചെയ്യാന്ന് പറയുമ്പോൾ. പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈഡ് ബാങ്ക്സ് വെട്ടാണ്. ഫ്രിഞ്ചസ്, സൈഡ് ബാങ്ക്സ് എന്നൊക്കെ പറയും. നമ്മൾ മുന്നിലേക്ക് മുടി വെട്ടിയിടുന്ന കണ്ടിട്ടില്ലേ, അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഈ എൻ്റെ സൈഡ് ബാങ്ക്സ് വന്നിട്ട് ഇതൊക്കെ ആയിരുന്നു, കണ്ടില്ലേ. അന്ന് നമ്മൾ ലെയർ കട്ട് വെട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ട്രിം ചെയ്യും താഴത്തെ മുടിയൊക്കെ, അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടത് വളർന്നത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇടുമ്പോണ്ടല്ലോ ഇത്രത്തോളം അല്ല, അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് കെടുക്കണം, ഇവിടേക്കൊക്കെ വന്ന് കെടുക്കണം. അപ്പോഴാണ് ഫ്രണ്ടിലേക്ക് എടുത്തിടുമ്പോൾ നല്ല വൃത്തി ഉണ്ടാകുള്ളൂ. എനിക്കിഷ്ടമാണ് എന്തെങ്ങനെ ഹെയർ ഇങ്ങനെ മുന്നിക്കൊക്കെ വെട്ടിയിട്ടിട്ട് അവിടെ നിന്നൊക്കെ ഓരോന്ന് വലിച്ച് ഫ്രണ്ടിലേക്കൊക്കെ ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തൊട്ടേ അങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വെട്ടിയിട്ട് നടക്കുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മുടെ ഫേസിനൊരു ഷേപ്പ് ഇല്ലാത്ത ഫേസ് ഒക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ ഫേസ് വന്നിട്ടൊരു കോമാങ്ങ ഷേപ്പാണ്. അവിടെ അമ്മ പറയാറുണ്ട് അത്രയ്ക്ക് ഓവൽ ഷേപ്പാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ചില ഭാഗങ്ങൾ ഷേപ്പ്ലെസ് ആയിട്ട് തോന്നും ഇടയ്ക്ക്. ഞാൻ എൻ്റെ ഫേസൊക്കെ നല്ലപോലെ വണ്ണം വെച്ച് വീർത്ത് വരുമ്പോൾ ഒരു കവിളിൻ്റെ ഈ ഭാഗം വീർത്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ ഇത്തിരി ഒതുങ്ങിയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടായിരിക്കും. ഫേസ് ഒന്ന് ഡിഫൈൻ ആയ മാതിരി ഒന്ന് ഷേപ്പ് വന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ അതിനേക്കാളൊക്കെ മുന്നേ നമ്മുടെ വീഡിയോട്ട് പോണതിന് മുന്നേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, ഞാൻ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനായിട്ട്. ഇത് ഞാൻ ഇന്ന് സെറ്റ് ചെയ്തതാണ്. എൻ്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ലൈവ് പ്ലാന്റ് ആണ് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷനുണ്ട്. ഞാനിപ്പോൾ കുറേ ആയി ഹെയർ കട്ട് ചെയ്തിട്ട്. എന്നാൽ വലിയ ടെൻഷനൊന്നുമല്ല. എൻ്റെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ടെൻഷനൊന്നും വരാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഐബ്രോയുടെ ഈ ഉയർന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ അതിങ്ങനെ നമ്മൾ കുറച്ച് ഹെയർ എടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ ഒന്നും ഞാൻ വെട്ടിയിടുന്നില്ല കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹെയർ വന്നിട്ട് വല്ലാണ്ട് തിന്നായിട്ടുള്ള ഹെയറാണ്. കുറേ കട്ടിയുള്ള ഹെയർ, ഉള്ളുള്ള ഹെയർ ഒന്നല്ല. പണ്ട് മുതലേ ഉള്ളു കുറഞ്ഞ ഹെയർ സ്ട്രാൻഡ്സിനും ഓരോ സ്ട്രാൻഡ്സിനും കട്ടി കുറഞ്ഞിട്ടുള്ള ഹെയറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൈഡ് ബാങ്ക്സ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്ക് സൈഡ് കാണാനായിട്ട് വലിയ വൃത്തി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്കിത് അതിങ്ങനെ കണ്ടോ, ഇങ്ങനെ കുറച്ച് മുടി ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. വൃത്തിയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കോമ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞി സംഭവങ്ങളൊക്കെ ഞാൻ വിടാണ് കേട്ടോ. ഇവരൊന്നും വേണ്ട നമുക്ക്. ഒന്നാമത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കണ്ണാടയുടെ മുന്നിൽ നിന്നിട്ട് ചെയ്യണത്. അങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് തൃപ്തിയില്ല സത്യം പറഞ്ഞാൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെൻഷൻ്റെ കാരണം. വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നമ്മൾ ചെയ്യൽ കുറവാണല്ലോ. എപ്പോഴും വലിയ കണ്ണാടയുടെ മുന്നിൽ, മിററാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ കണ്ണാടയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ മുടിയെടുത്തൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ഉള്ളത്. അപ്പം ഞാൻ എന്തായാലും ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. കുറേ എടുക്കണില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കുറെ കുഞ്ഞു മുടികളുണ്ട്, അത് മൂക്കിലേക്ക് കുത്തി കയറിയിട്ടാണ് മനുഷ്യന് തുമ്മൽ വന്നത്. കുറേ ഒന്നും വേണ്ടല്ലോ, ഭംഗിക്കായിട്ട് ഫ്രണ്ടിലോട്ട് ഇടാനല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പറപ്പിക്കാൻ.
അപ്പോൾ അതേ ഇങ്ങനെ താട്ടാ ഞാനിങ്ങനെ പിടിക്കണുണ്ട്. എൻ്റെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇങ്ങോട്ടേക്കാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ എങ്ങോട്ടാണ് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ചിലരുടെ ഈ ഒരു സൈഡിലോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഫ്രിഞ്ചസ് വെട്ടുമ്പോഴും സൈഡ് ബാങ്ക്സ് ഇങ്ങനെ നമ്മൾ മുടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലോട്ട് വെച്ച് നോക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ഭാഗം ഈ സൈഡ് ഉണ്ടല്ലോ, ഇത് കയറിയിട്ടും പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടും അതിങ്ങനെയാണ്. ഇവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിൽ വേണം നമുക്ക് വെട്ടാനായിട്ട്. നോക്കാം കൊളായില്ലേ എന്നൊക്കെ. ഇതാ കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇടാം. എനിക്ക് തോന്നുന്നത് നന്നായി എന്നാണ്. നമ്മൾ ബാക്കിയുള്ള ഹെയർ ഇങ്ങനെ കെട്ടി വെച്ച് നോക്കാം. ഈ വലുതാണ്, നമ്മൾ വെട്ടി വലിയവരാണ് കേട്ടോ അത് ഇവിടെ കിടക്കണത്. ചെറിയൊരു ഇവിടെ കണ്ടില്ലേ. ഇനി കഴിഞ്ഞിട്ടില്ല. പലരും ഇങ്ങനെ വെട്ടി ഇങ്ങനെ അവസാനിപ്പിക്കും, പക്ഷെ ഇത് നമ്മുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ വീണ്ടും പിടിക്കുക, കോംബ് ചെയ്തിട്ട് സിക്സാഗ് വെട്ടാം. അതായത് നമ്മൾ ഈ ചിരിച്ച് വെട്ടിയിട്ടില്ലേ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മൾ സിക്സാഗ് വെട്ടണം. അതായത് നമ്മൾ കത്തിരിക്കയുടെ തുമ്പൊന്ന് ചിരിച്ച് പിടിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 ഓക്കെ. നമ്മൾ തുമ്പത് അതിങ്ങനെ എലി വെട്ടിയ പോലെ വെട്ടി കൊടുക്കാന്ന് പറയും. അതുപോലെ ഇങ്ങനെ വെട്ടിയിട്ടൊന്ന് കുടയാം, എന്നിട്ട് ഇടാം. അപ്പോഴാണ് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും വെട്ടിയിട്ടിരിക്കണം അപ്പോൾ അവിടെ തോന്നും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? ഓക്കെ. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയർ ഇത് വന്നിട്ട് ഇങ്ങനെയാണ്. മുടി കെട്ടി വെക്കാറുള്ള എൻ്റെ വാച്ചിൽ വന്നിട്ട് ഇത് അതിങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കും കണ്ടോ. ഓക്കെ, ആയിട്ടില്ല. എനിക്ക് ഇത്രത്തോളം മതി. ഒരുപാട് വെട്ടിയിടാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയാണ് എനിക്ക് താല്പര്യം. ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ ബാക്ക് സൈഡിലെ ഹെയർ വന്നിട്ട് ഞാനൊന്ന് ട്രിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഞങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഓക്കെ, രണ്ട് സൈഡിലെ ഹെയറും ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കയ്യിൽ കിട്ടും, ഓരോ ലെയറും കയ്യിൽ കിട്ടുമല്ലോ നമ്മുടെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്യാണ് കേട്ടോ, ചടിയൊക്കെ ഉണ്ടെങ്കിൽ കളയാനായിട്ട്. ചടി ഉണ്ട് മക്കളെ, നല്ലോണം ചടിയുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ തുമ്പുണ്ടല്ലോ, മുടിയുടെ ഈ തുമ്പ്, അതാണ് അവസാനത്തെ ലെയർ വന്നിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കും. ഒരുപാട് വെട്ടില്ല കേട്ടോ, ഓരോ ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഹെയർ എടുത്തിട്ട് ഇങ്ങനെ തുമ്പ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക ചെയ്യുള്ളൂ. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി ഇങ്ങനെ ഹെയർ ട്രിം ചെയ്യണേ, നമ്മുടെ വ്ളോഗ്സൊക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴപ്പോൾ ചോദിക്കാറുണ്ടായി. ഇനി നമ്മൾ ഇങ്ങനെ സിക്സാഗ് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ ആ ലെയറിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് എടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടണവരാണെങ്കിൽ പിന്നെ പണിയില്ല, നമുക്ക് ആ തുമ്പ് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അരിഞ്ഞാൽ മതി. ഇപ്പം ലെയർ കട്ടൊക്കെ വെട്ടിയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ട്രിം ചെയ്യണ സമയത്ത് ആ ലെയറിനനുസരിച്ചിട്ട് വേണ്ടി വരും നമ്മൾ ട്രിം ചെയ്യാനായിട്ട്. അല്ലാണ്ട് എല്ലാം ഒരുമിച്ച് പിടിച്ച് വെട്ടാൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉഷ്ണിച്ച് വിയർത്ത് ഒരു പരിവാവുന്നുണ്ട്. വല്ലാണ്ട് വിയർക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ സൈഡിലെ ഏറ്റവും അവസാനത്തെ തുമ്പ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും ജസ്റ്റ് ഇങ്ങനെയാണ് പിടിക്കണേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സിക്സാഗ് വെട്ടിയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ മുട്ടിയായി. ഇനി ഇവിടെ മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്യണം. ഇനി അടുത്ത ലെയർ വരുന്നത് നമ്മൾ നോക്കുക എവിടെയാണ് അടുത്ത ലെയേഴ്സ് വരുന്നതെന്ന്. അപ്പോൾ ആ മുടീനെ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്കിങ്ങനെ എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ വെട്ടണത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗം വന്നിട്ട് എൻ്റെ അടുത്ത ലെയറാണ്. നിങ്ങൾക്ക് കാണാം.
ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ ട്രിം ചെയ്യാറുള്ളത് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു സൈഡിൽ നമുക്ക് എടുക്കാൻ അങ്ങനെ കിട്ടും, കണ്ടോ? സെക്കൻഡ് ലെയർ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഇങ്ങനെ വെട്ടിയിടുമ്പോൾ നല്ല രസത്തിൽ നമ്മുടെ ആ ഒരു ലെയർ വന്നിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഹെയർ ഒക്കെ എടുക്കുകയും ചെയ്യും, നല്ല ഭംഗിയിൽ അത് വളർന്ന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഹെയർ ട്രിമ്മിങ്ങും എൻ്റെ ഹെയറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുടി മുഴുവൻ എൻ്റെ ഈ ഡ്രസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേർത്ത് കുളിച്ചു. അമ്മേ, ചൂടെടുത്തിട്ട് പാടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് ശബ്ദം ക്ലിയർ ആകില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ സൈഡ് ബാങ്ക്സ് നല്ല രസമുണ്ട് ഇല്ലേ? ഞാൻ ഇതിനൊന്നും പാർലറിൽ പോകാറില്ല, എൻ്റെ മുടി കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനൊന്നും. എനിക്ക് ഞാൻ ചെയ്താൽ തന്നെ ഒരു തൃപ്തി ഉണ്ടാകുള്ളൂ. എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എനിക്ക് ഐബ്രോസ് എടുക്കുകയാണെങ്കിലും നമ്മൾ ത്രെഡ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിലും ഒന്നും എനിക്കൊരു തൃപ്തി ഉണ്ടാകില്ല. കണ്ണ് എഴുതുന്നതാണെങ്കിലും ഞാൻ തന്നെ ചെയ്യണതാണ് എല്ലാം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.